ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാമിനാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള എക്സാംസിനാണെങ്കിലും നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിയിക്കാനുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സോ ക്ലാസ് മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അത് മാത്രമല്ല, ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ഒരു നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നെ പോവുക. സോ നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്നത് ഒരു ഐസോസിലസ് ട്രപ്പീസിയം സൈക്ലിക് ആണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമപാർശ്വലംബകം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് ക്ലാസ്സുകൾ ഉള്ളതാണ്. ഒക്കെ നിങ്ങൾ കാണണം, ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. ഇതെന്താണ്? സൈക്ലിക് ആണ് അഥവാ ചക്രീയമാണ്. സൈക്ലിക് അഥവാ ചക്രീയം. ചക്രീയ ചതുർഭുജമാണ് എങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എടാ എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഈ ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 110 ഡിഗ്രി ആയേ പറ്റൂ. സൈക്ലിക് ആണ്. സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 70ഉം 110ഉം കൂട്ടിയാൽ എത്രയാ? 180 ആണ്. ആ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഇത് ഐസോസിലസ് ട്രപ്പീസിയം ആണ്. അപ്പോ ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് പാരലൽ ആണ്. ഓക്കെ, നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോവാണ്. മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് സമാന്തരമാണ്. എ ബി സി ഡി ഈസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം എന്നതാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ട വരി. എ ബി സി ഡി എന്താണ്? ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണ്. എ ബി സി ഡി ഒരു സമപാർശ്വലംബകമാണ്. സമപാർശ്വലംബകമാണ്. അങ്ങനെ സമപാർശ്വലംബകം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആംഗിൾ എ, ലെറ്റ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എക്സ്. ഈ പാരലൽ സൈഡിന്റെ മുകളിലുള്ള ആംഗിൾസ് എന്തായിരിക്കും പറയടാ? സെയിം ആയിരിക്കും. അപ്പൊ ആ ആംഗിൾ എയും ആംഗിൾ ബിയും എക്സ് ആണെന്ന് ഞാൻ എടുക്കുന്നു. ആംഗിൾ എയും ആംഗിൾ ബിയും എക്സ് ആയാൽ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ, പാരലൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് എന്നൊന്നും എടുക്കണ്ട, എക്സ് എന്ന് എഴുതാതെ തന്നെ നമുക്ക് ചെയ്യാം. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ഓക്കെ, ആംഗിൾ എ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ എത്രയാണെന്നറിയോ? ആംഗിൾ എയും ആംഗിൾ ഡിയും എത്രയാ? 180 ഡിഗ്രി ആണ്. അതിൽ ഒരു സംശയവും വേണ്ട. കാരണം എന്താ? സിൻസ് എ ബി പാരലൽ ടു സി ഡി, ആംഗിൾ എ ആൻഡ് ആംഗിൾ ഡി ആർ കോ ഇന്റീരിയർ ആംഗിൾസ്. എന്താണ്? സഹ ആന്തരിക കോണുകളാണ്. ആംഗിൾ എയും ആംഗിൾ ഡിയും സഹ ആന്തരിക കോണുകളാണ്. സഹ ആന്തരിക കോണുകളാണ്. ഓക്കെ, ഈ രണ്ട് ലൈൻ സമാന്തരമായതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. ഓക്കെ, സഹ ആന്തരിക കോണുകൾ. നമുക്ക് എന്തറിയാം? ഇത് നമ്മുടെ ഒന്നാമത്തെ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ സിൻസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി, നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്നുള്ളതിന് പകരം ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ശരിയല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്ക്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയ എത്രയാ? 180 ഡിഗ്രി. അങ്ങനെ കൂട്ടിയ 180 ഡിഗ്രി ആണെങ്കിൽ therefore ABCD ഈസ് സൈക്ലിക്. ABCD എന്താണ്? ചക്രീയ ചതുർഭുജമാണ്. ABCD എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്. കാരണം എന്താ? നോക്ക്, ഈ രണ്ട് ലൈൻ പാരലൽ ആയതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അതിൽ ആംഗിൾ എ ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്താം? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുക.
അത് 180 ഡിഗ്രി. അതുകൊണ്ട് അതെന്താണ്? സൈക്ലിക് ആണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ നേരെ കോൺവേഴ്സ്, ഇതിന്റെ നേരെ തിരിച്ചിട്ട് ചോദിക്കുക. നോൺ ഐസോസിലസ് ആണെങ്കിൽ സൈക്ലിക് അല്ലാന്ന്, ഐസോസിലസ് അല്ലാത്ത ട്രപ്പീസ് എന്തല്ല? സൈക്ലിക് അല്ലാന്ന് തെളിയിക്കണം. ഇത് ഐസോസിലസ് അല്ല, ഐസോസിലസ് അല്ല എങ്കിൽ സൈക്ലിക് അല്ല എന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ മക്കളെ നമ്മൾ ചെയ്യുന്ന പരിപാടി നിൽക്കേ. ഐസോസിലസ് അല്ല എന്ന് ചോദിക്കുമ്പോൾ സൈക്ലിക് അല്ല എന്ന് തെളിയിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചോദിക്കും? സൈക്ലിക് ആണ് എങ്കിൽ ആ ട്രപ്പീസ് എന്താണ്? ഐസോസിലസ് ആണ്. ഇതിന്റെ നേരെ തിരിച്ചിട്ട് നമ്മൾ തെളിയിക്കും. ഐസോസിലസ് അല്ല, അതുകൊണ്ട് സൈക്ലിക് അല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയാണ് സൈക്ലിക് ആണെങ്കിൽ അത് എന്താണ്? ഐസോസിലസ് ആണ്. നേരെ അതിന്റെ കോൺവേഴ്സ് അങ്ങ് എടുത്തു നമ്മൾ തെളിയിക്കാൻ പോവാണ്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറയാണ് എഡിസ് ആർ കമ്മിറ്റഡ് അല്ല. എഡിസ് ആർ കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എഡിസ് ആർ കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിസ് ആറിന് ഗേൾ ഫ്രണ്ട് ഇല്ല, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? എഡിസ് ആർ കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ എഡിസ് ആറിന് എന്തുണ്ട്? ഗേൾ ഫ്രണ്ട് ഉണ്ട്. സോറി, ഇല്ല. ഓക്കെ, സത്യം പറയരുത്. എഡിസ് ആറ് കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞാൽ എഡിസ് ആറിന് ഗേൾ ഫ്രണ്ട് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതേ കാര്യം തെളിയിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും? എഡിസ് ആറിന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് എഡിസ് ആർ എന്താണ്? കമ്മിറ്റഡ് ആണ് എന്ന് തെളിയിക്കും. രണ്ടിന്റെ മീനിങ് സെയിം അല്ലേ? രണ്ടിന്റെ മീനിങ് സെയിം അല്ലേ? കമ്മിറ്റഡ് അല്ല, ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ കമ്മിറ്റഡ് ആണ്. ഗേൾ ഫ്രണ്ട് ഇല്ല, കമ്മിറ്റഡ് അല്ല. കമ്മിറ്റഡ് അല്ല, ഗേൾ ഫ്രണ്ട് ഇല്ല. ഗേൾ ഫ്രണ്ട് ഉണ്ട്, കമ്മിറ്റഡ് ആണ്. അതേ രീതിയിൽ നമ്മൾ ഇത് തെളിയിക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് മാത്സിലേക്ക് വരാം. ശ്രദ്ധിച്ചോ. ഇതിന്റെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? Let us assume that ABCD is a trapezium. ABCD എന്ന് പറയുന്നത് ഐസോസിലസ് അല്ലാത്ത ട്രപ്പീസിയാണ്. ഇറ്റ്സ് എ നോൺ ഐസോസിലസ് ട്രപ്പീസിയം which is cyclic. Okay, ABCD എന്താണ്? സമപാർശ്വമല്ലാത്ത ലംബകമാണ്. അത് ചക്രീയമാണെന്ന് വിചാരിക്കുക. അത് ചക്രീയമാണ് എന്ന്. ഓക്കെ, ABCD ചക്രീയമാണ്. അത് സമപാർശ്വമല്ലാത്ത ലംബകമാണ് എന്ന് വിചാരിക്കുക. ലംബകമാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ അത് വിചാരിക്കുക. ഒന്ന് വിചാരിക്കോ, ABC എന്താണ്? ചക്രീയമാണ്, പക്ഷെ അതെന്താണ്? നോൺ ഐസോസിലസ് ട്രപ്പീസി ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാരും ശ്രദ്ധിച്ചേ. ABCD ട്രപ്പീസിയമാണ്. ഓക്കെ, അതെന്താണ്? നോൺ ഐസോസിലസ് ട്രപ്പീസിയമാണ്. ഐസോസിലസ് അല്ലാത്ത ട്രപ്പീസിയമാണ്. ഇത് സൈക്ലിക് ആയതുകൊണ്ട് തന്നെ ആംഗിൾ A നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിച്ചോ. ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. കാരണം ABCD ചക്രീയമാണ്, അല്ലെ? ABCD ചക്രീയമായതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. നോ ഡൗട്ട് അല്ലേ? ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എത്രയാടാ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാൽ? ഇത് രണ്ടും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്, അല്ലേ? കാരണം കോ ഇന്റീരിയർ ആംഗിൾസ് അഥവാ സഹ ആന്തരിക
കോണുകൾ. സഹ ആന്തരിക കോണുകളായതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം എ ബി പാരലൽ ടു സി ഡി ആണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 1 എന്നും മക്കളെ നോക്കിക്കേ, ഇതിന് 1 എന്നും ഇതിന് 2 എന്നും നിങ്ങൾ നമ്പർ കൊടുത്താൽ ഇതിൽ നമുക്ക് കിട്ടും ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്, ശരിയല്ലേ? ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ഇതെന്താണ്? എ ബി സി ഡി ഈസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം അല്ലേ? എ ബി സി ഡി എന്താണ്? ഐസോസിലസ് ട്രപ്പീസിയം ആണ്. എ ബി സി ഡി എന്താണ്? എ ബി സി ഡി ഒരു സമപാർശ്വ ലംബകമാണ്, ഒരു സമപാർശ്വലംബകമാണ്. എടാ നമ്മൾ എന്താ വിചാരിച്ചേ? നമ്മൾ വിചാരിച്ചത് സമപാർശ്വമല്ലാത്ത ലംബകമാണെന്നാണ്. ചക്രീയമാണെങ്കിൽ അത് എന്താണ്? സമപാർശ്വമല്ലാത്ത ലംബകമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? സമപാർശ്വമാണെന്ന് കിട്ടി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ കമ്മിറ്റഡ് അല്ലാന്ന്. എന്നിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ സിനിമയ്ക്ക് പോയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? നിങ്ങൾ വിചാരിച്ചതിന് വിരുദ്ധമാണ് അല്ലേ? നിങ്ങൾ വിചാരിച്ചത് ഞാൻ കമ്മിറ്റഡ് ആണെന്ന്, സിംഗിൾ ആണെന്ന്. നിങ്ങൾ വിചാരിച്ചു ഞാൻ സിംഗിൾ ആണെന്ന്, പക്ഷെ ഞാൻ കമ്മിറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ എത്തിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അവിടെ എന്താണ്? അതാണ് കോൺട്രഡിക്ഷൻ. നമ്മൾ വിചാരിച്ചതിനെതിരാണ്. ഓക്കെ, അത് നമ്മൾ വിചാരിച്ചതിനെതിരാണ്. നമ്മൾ വിചാരിച്ചതിന് എതിരാണ് അല്ലേ? അത് നമ്മൾ വിചാരിച്ചതിന് എതിരാണ്. നിങ്ങൾ വിചാരിച്ചത് എന്താ? നിങ്ങൾ അസ്യൂം ചെയ്തു നോൺ ഐസോസിലസ് ട്രപ്പീസിയാണ്, ഐസോസിലസ് അല്ലാത്ത ട്രപ്പീസിയാണെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ എന്താണെന്ന് കിട്ടി? നമുക്ക് കിട്ടി ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയമാണ്. ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയമാണ്. അങ്ങനെ ഐസോസിലസ് ട്രപ്പീസിയം ആണ് എന്ന് കിട്ടുമ്പോൾ അതെന്താണ്? കോൺട്രഡിക്ഷൻ. വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ എഴുതി വെക്കുക. വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വെക്കാം? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കാം. therefore നോൺ ഐസോസിലസ് ട്രപ്പീസിയംസ് are not cyclic. സമപാർശ്വമല്ലാത്ത ലംബകങ്ങൾ എന്തല്ല? ചക്രീയമല്ല. ഓക്കെ, സംഭവത്തിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ അസ്യൂം ചെയ്യാണ് ഞാൻ സിംഗിൾ ആണെന്ന്. ഞാൻ സിംഗിൾ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ പ്രൂഫും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ കമ്മിറ്റഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, തെറ്റാണ്. അതാണ് പരിപാടി. അപ്പൊ അതെന്താണ്? നമ്മൾ വിചാരിച്ചതിനെതിരാണ്. അതുപോലെ ഇവിടെ നോക്ക്, നമ്മൾ അസ്യൂം ചെയ്യുന്നു നോൺ ഐസോസിലസ് ആണ്. നമ്മൾ വിചാരിച്ച നോൺ ഐസോസിലസ് ട്രപ്പീസിയാണ്. പക്ഷെ സൈക്ലിക് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഐസോസിലസ് ആണ് നമുക്ക് കാണാൻ പറ്റി. എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തുണ്ട്? ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ള ആ ലോജിക്. അതായത് കമ്മിറ്റഡ് അല്ല, ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ളത് തെളിയിക്കാൻ നമ്മൾ എന്ത് കാണിച്ചു? ഗേൾഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് എന്താണ്? കമ്മിറ്റഡ് ആണ്. സെയിം ലോജിക് എടുത്ത് അപ്ലൈ ചെയ്യാ. ഓക്കെ, ഇവിടെ ചെയ്യുന്ന ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. നോൺ ഐസോസിലസ് ട്രപ്പീസിയം സൈക്ലിക് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് സൈക്ലിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോഴും 180 ഡിഗ്രി. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ആംഗിൾ ബിയും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഐസോസിലസ് ട്രപ്പീസിയം ആണ്. ഐസോസിലസ് അല്ലാന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ നമുക്ക് കിട്ടിയ ഐസോസിലസ് ആണെന്ന് കിട്ടി. അപ്പോൾ അതെന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ മതി, കഴിഞ്ഞു. ഓക്കെ, ഐസോസിലസ് അല്ലെങ്കിൽ എന്തല്ല? സൈക്ലിക് അല്ല. ഓക്കെ, അതേ ലോജിക് ഉപയോഗിച്ച് ഇതൊന്ന് നമുക്ക് തെളിയിച്ച് നോക്കിയാലോ. പാരലലോഗ്രാം റെക്ടാംഗിൾ അല്ലെങ്കിൽ സൈക്ലിക് അല്ല. ലെറ്റ് ABCD is a parallelogram. ലെറ്റ് എന്നതിന് പകരം assume that, വിചാരിക്കുക. assume that ABCD is a parallelogram which is not a rectangle, is cyclic.
സൈക്ലിക് ആണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കണം ABCD എന്താണ്? റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലലോഗ്രാം ആണ്. അപ്പൊ ഞാൻ ചുമ്മാ വരയ്ക്കുന്നു. ഓക്കെ, ഈ പാരലലോഗ്രാം സൈക്ലിക് ആണല്ലോ. ABCD. ഓക്കെ, ആംഗിൾ A പ്ലസ് ആംഗിൾ C ചെയ്താൽ എന്താണ്? 180 ഡിഗ്രി ആണ്. നിങ്ങൾ മലയാളത്തിൽ എന്താ എഴുതേണ്ടത്? ABCD എഴുതേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എഴുതേണ്ട കാര്യം ABCD ചതുരമല്ലാത്ത സാമാന്തരികമാണ്. ഓക്കെ, ABCD ചക്രീയമാണെന്ന് വിചാരിക്കുക. മലയാളം ഇവിടെ എഴുതേണ്ടത് എത്രയാണ്? പറഞ്ഞുതരാം. ABCD ചതുരമല്ലാത്ത സാമാന്തരികമാണെന്ന് വിചാരിക്കാം. ഓക്കെ, സെറ്റാണോ? ABCD ചതുരമല്ലാത്ത സാമാന്തരികമാണെന്ന് വിചാരിക്കുക. ABCD ചക്രീയമാണ്. ചക്രീയമാണ്. ഓക്കെ, ABCD എന്താണ്? ചക്രീയമാണ്. അങ്ങനെ ചക്രീയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. പക്ഷെ ഇത് സാമാന്തരികമായതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ് അല്ലെ? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യമാണ്. എതിർ കോണുകൾ തുല്യമാണ്. അങ്ങനെ എതിർ കോണുകൾ തുല്യമാണെങ്കിൽ മക്കളെ ആംഗിൾ എയും ആംഗിൾ സിയും എത്രയാ? ആംഗിൾ സിയും രണ്ടും കൂടെ കൂട്ടിയാൽ 180 വരണം. അപ്പൊ 180ന്റെ പകുതി ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എഴുതി വെക്കാം therefore ABCD is a rectangle. ABCD is a rectangle. ABCD എന്താണ്? ഒരു ചതുരമാണ്. ചതുരമല്ല എന്നല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? ചതുരമാണ് എന്ന് കിട്ടി. ചതുരമാണ്. അപ്പൊ അതെന്താണ്? അത് കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? അപ്പോൾ നമുക്ക് എഴുതി വെക്കാം which contradicts our assumption. Which contradicts our assumption. Which contradicts our assumption. അത് നമ്മൾ വിചാരിച്ചതിന് എതിരാണ്. അത് നമ്മൾ വിചാരിച്ചതിന് എതിരാണ്. എതിരാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇനി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് അതേപോലെ എഴുതി വെച്ചാൽ മതി. എനി പാരലലോഗ്രാം വിച്ച് ഇസ് നോട്ട് എ റെക്ടാങ്കിൾ ഇസ് നോട്ട് സൈക്ലിക്. ചതുരമല്ലാത്ത സാമാന്തരികളൊന്നുമല്ല, എന്തല്ല? ചക്രീയമല്ല എന്നങ്ങ് എഴുതി വെക്കാം. ആ സെന്റൻസ് കൂടെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ്, ആൻസറിന്റെ ലാസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, നമ്മൾ എന്ത് വിചാരിച്ചു? പാരലലോഗ്രാം റെക്ടാങ്കിൾ അല്ല എന്ന് വിചാരിച്ചു. പക്ഷെ സൈക്ലിക് ആണെങ്കിൽ അത് എന്താണെന്ന് കിട്ടും? റെക്ടാങ്കിൾ ആണെന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ വിചാരിച്ചതിന് എതിരാണ്. ഓക്കെ, അതാണ് നമ്മൾ എഴുതേണ്ട പ്രൂഫ്. സെറ്റാണോ? സെറ്റാണോ? സോ ഈ ലോജിക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, വീണ്ടും കാണാം. നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.